ഹലോ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായി വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള തേക്ക് മ്യൂസിയത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്താൻ പറ്റുക. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കും ഈ മ്യൂസിയത്തിലാണ് ഉള്ളത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. തേക്കുകളുമായി ബന്ധപ്പെട്ട ചരിത്രം, ആവാസ വ്യവസ്ഥ, തേക്കിൻ്റെ ഉപയോഗങ്ങൾ, പഠനങ്ങൾ തുടങ്ങിയ അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ദൃശ്യ സംവിധാനങ്ങളും മ്യൂസിയത്തിലുണ്ട്. കൂടാതെ തേക്ക് കൊണ്ട് തീർത്ത ശില്പങ്ങളും ഇവിടെ കാണാം. തേക്കുകളെപ്പറ്റി കലാപരവും ശാസ്ത്രപരവും ചരിത്രപരവുമായ വിവരങ്ങൾ മ്യൂസിയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1840 ബ്രിട്ടീഷുകാർ ലോകത്ത് തന്നെ ആദ്യമായി നിലമ്പൂരിൽ ഒരു കനോലി പ്ലോട്ട് എന്ന തേക്ക് പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. തേക്കിൻ്റെ ചരിത്രപരമായ അടയാളങ്ങൾ സംരക്ഷിക്കുവാനായി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ 1995 തേക്ക് മ്യൂസിയം ആരംഭിക്കുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ തേക്ക് മ്യൂസിയം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെടലെന്ന് വിചാരിച്ചാൽ നിലമ്പൂരിൽ നിന്ന് ഊട്ടി റൂട്ടിൽ 4 കിലോമീറ്ററും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററും കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 36 കിലോമീറ്ററും സഞ്ചരിച്ചാൽ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. വളരെ ഭംഗിയായിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് പേര് ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികൾ പഠനയാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പോൾ ഉള്ളിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ഉള്ളിലെ കാഴ്ചകൾ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഗാർഡനിലേക്കാണ്. വളരെ ഭംഗിയായിട്ട് ചെടികളും പൂക്കളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്.